ഹായ് എവരിവൺ, ഞാൻ അനിത. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓക്സിജൻ ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കുന്നതിനും പേശികളുടെ ചലനങ്ങൾക്കും അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങൾക്കും. ഓക്സിജൻ്റെ അളവ് ശരിയായ രീതിയിൽ ശരീരത്തിൽ നിലനിർത്തുന്നതിന് ശ്വാസകോശങ്ങളുടെ ആരോഗ്യം പ്രധാനമാണ്. ശ്വാസകോശങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനും അവയുടെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാകുന്നതിനും നമുക്ക് വിവിധ തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസസ് അഥവാ പ്രാണായാമങ്ങൾ പരിശീലിക്കാവുന്നതാണ്. പ്രാണായാമം ശരിയായ രീതിയിൽ പരിശീലിക്കുന്നതിനുള്ള അടിത്തറയാണ് നാഡിശുദ്ധി പ്രാണായാമ അഥവാ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സമസ്ത നാഡികളെയും ശുദ്ധീകരിക്കുന്ന പ്രാണായാമ ആണിത്. നാഡീശുദ്ധി പ്രാണായാമം പതിവായി പരിശീലിക്കുന്നത് മൂലം നമ്മുടെ ഹൃദയാരോഗ്യം വർദ്ധിക്കുകയും ശരീരത്തിനും മനസ്സിനും ശാന്തത കൈവരികയും ചെയ്യുന്നു. ഇതുകൂടാതെ നമ്മുടെ കണ്ണുകൾക്ക് തിളക്കവും ശരീരത്തിന് ലാഘവത്വവും വിശപ്പും അനുഭവപ്പെടുന്നു. നമ്മുടെ ഉറക്കക്കുറവ് പരിഹരിക്കുന്നതിനും ദഹനം വർദ്ധിപ്പിക്കുന്നതിനും തലച്ചോറിൻ്റെ അമിത ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിനോടൊപ്പം ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നമ്മുടെ സമ്പൂർണ്ണ വ്യൂഹങ്ങളുടെ പ്രവർത്തനങ്ങളെയും സജീവമാക്കുന്നതിനും സഹായിക്കുന്നു. നാഡീശുദ്ധി പ്രാണായാമ പരിശീലിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ സമയം അതിരാവിലെയും രാത്രിയുമാണ്. ഇനി നമുക്ക് പ്രാണായാമ എങ്ങനെയാണ് പരിശീലിക്കുന്നതെന്ന് നോക്കാം. നാഡീശുദ്ധി പ്രാണായാമ പരിശീലിക്കുന്നതിനായി നമുക്ക് മാറ്റിൽ നടുനിവർത്തി ഇരിക്കാവുന്നതാണ്. നമുക്ക് സുഖാസനയിലോ അതായത് ക്രോസ് ലെഗ് പൊസിഷനിലോ വജ്രാസനയിലോ പത്മാസനയിലോ ഇരിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ മാറ്റിൽ ഇരിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നമുക്ക് ചെയറിലും നടുനിവർത്തിയിരുന്ന് പരിശീലിക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മുഖം ശാന്തമാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ശരീരം നല്ലോണം റിലാക്സ്ഡ് ആക്കി വയ്ക്കാനും ശ്രദ്ധിക്കുക. ഇനി ഇടത് കൈ ചിൻമുദ്രയിൽ ഹോൾഡ് ചെയ്യുക. അതായത് നമ്മുടെ ഇടത് കൈയിലെ പെരുവിരലും ചൂണ്ടുവിരലിൻ്റെയും അഗ്രഭാഗങ്ങൾ കൂട്ടിവെക്കുക. ബാക്കി 3 വിരലുകൾ നിവർത്തി ഇടത് കാലിൽ മലർത്തി വയ്ക്കുക. വലത് കൈ നാസികാമുദ്രയിൽ, അതായത് വലത് കൈയുടെ ചൂണ്ടുവിരലും മധ്യവിരലും മടക്കി വയ്ക്കുക. ബാക്കി 3 വിരലുകളും നിവർത്തി വയ്ക്കുക. വലത് കൈയുടെ പെരുവിരൽ ഉപയോഗിച്ചാണ് നമ്മൾ വലത് നാസാരന്ധ്രം ബ്ലോക്ക് ചെയ്യുന്നത്. അതേപോലെ ലെഫ്റ്റ് നോസ്ട്രിൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ മോതിരവിരലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നടു നിവർത്തിയിരിക്കുക, കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കുക. ഇനി വലത് കൈയുടെ പെരുവിരൽ യൂസ് ചെയ്ത് വലത് നാസാരന്ധ്രം നമ്മൾ ബ്ലോക്ക് ചെയ്യുക. ഇടത് നോസ്ട്രിലൂടെ നമ്മൾ സാവധാനത്തിൽ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം മുഴുവനായി എടുത്തു കഴിഞ്ഞാൽ ഇടത് നോസ്ട്രിൽ നമ്മൾ മോതിരവിരൽ യൂസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക. വലതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വലതു മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വലതു മൂക്ക് അടച്ചു വെച്ച ശേഷം ഇടതിലൂടെ നമുക്ക് ശ്വാസം പതിയെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഇത്രയുമായാലും നമ്മൾ നാഡീശുദ്ധിയുടെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് തുടക്കക്കാർക്ക് ഇതുപോലെ 9 റൗണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു വട്ടം കൂടി നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇടത് കൈ ചിൻമുദ്ര, വലത് കൈ നാസിക മുദ്ര. നമ്മൾ ആദ്യം നമ്മുടെ റൈറ്റ് നോസ്ട്രിൽ വലത് നാസാരന്ധ്രം നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഇടതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇടത് നോസ്ട്രിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. മോതിരവിരൽ ഉപയോഗിച്ച് വലതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വലത് നോസ്ട്രിൽ ഇൻഹേൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. വലത് നോസ്ട്രിൽ അടച്ചു വെച്ച് ഇടതിലൂടെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുക. പ്രാണായാമം പരിശീലിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മുടെ ശ്വാസത്തെയും ശരീരത്തെയും ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കാവുന്നതാണ്. പ്രാണായാമം പരിശീലിക്കുമ്പോൾ നമ്മുടെ വലത് കൈ നമ്മൾ ഒത്തിരി ബലത്തിൽ പിടിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ കൈമുട്ട് കാലിലേക്ക് വെച്ചു സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ശ്വാസം ഭയങ്കര ലൈറ്റായിട്ട് സൗണ്ട് ഇല്ലാതെയും ചെയ്യാൻ ശ്രദ്ധിക്കുക.
പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇടത് മൂക്കിലൂടെയാവണം നമ്മൾ ശ്വാസം എടുത്ത് തുടങ്ങുന്നതും ശ്വാസം അവസാനിപ്പിക്കുന്നതും ഇടത് നാസാരന്ധ്രത്തിലൂടെ ആവാൻ ശ്രദ്ധിക്കുക. പ്രാണായാമം പരിശീലിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ 72 ലക്ഷത്തോളം വരുന്ന നാഡികളെ ശുദ്ധീകരിക്കുന്നതിനാണ്. ഇതിന് നമുക്ക് ഒരു മിനിമം 3 to 6 months വരെ പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. സോ കീപ് പ്രാക്ടീസിങ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം.